രോഗി ഇച്ഛിച്ചതും ബിരിയാണി, വൈദ്യൻ കൽപ്പിച്ചതും ബിരിയാണി എന്ന് പറഞ്ഞ പോലെ ഞാൻ കണ്ണൂരോട് ഇങ്ങനെ പോകുമ്പോൾ ഒരു റെസ്റ്റോറന്റ് മുതലാളി വിളിച്ച് ചോദിച്ചു എവിടെയാ ഉള്ളേന്ന്. ഞാൻ പറഞ്ഞു കണ്ണൂരുണ്ട്. ചോറുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേ ഇല്ല ഇപ്പം കഴിച്ചില്ലാന്ന്. അന്നേരം മൂപ്പര് പറഞ്ഞു എന്നാൽ പിന്നെ വേഗം ഇങ്ങോട്ട് വാ, നമ്മളൊരു പുതിയ സ്റ്റൈലിൽ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്ന് കഴിച്ചു നോക്ക് എന്നിട്ട് അഭിപ്രായം പറയാമെന്ന്. ഞാൻ പണ്ട് വേഗം വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് വിട്ടു. ഇതാണ് അവരെന്നോട് കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞ ആ അയക്കൂറ ബിരിയാണി. അധികം ഹെവി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സിംഗിൾ മതി എന്ന് പറഞ്ഞു. അയക്കൂറ ഇവർ സാധാരണ ചോറിൻ്റെ കൂടെ കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ പൊരിച്ചിട്ട് അതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ മസാലയിലിട്ടടിച്ചിട്ട് അത് ബിരിയാണി റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാനത് തൈര് സലാഡും ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും ചമ്മന്തി എല്ലാം കൂട്ടി കുഴച്ച ബിരിയാണി റൈസിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം അയക്കൂറേൻ്റെ പീസെല്ലാം വെച്ചിട്ട് കഴിച്ചു നോക്കി. അയക്കൂറ മീൻ നല്ല ഫ്രഷ്, ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ ബിരിയാണി റൈസിൻ്റെ ഫ്ലേവറും കുഴപ്പമില്ല. പക്ഷേ ആ അയക്കൂറേൻ്റെ മസാല ഉണ്ടല്ലോ, ആ മസാലക്ക് തീരെ ചെറുതല്ലാത്ത ടൈപ്പിലുള്ള ഒരു അത്യാവശ്യം മടുപ്പിക്കുന്ന ഒരു ചെറിയ കുത്തലുണ്ടേനു. അപ്പം ഞാൻ എൻ്റെ ഫീഡ്ബാക്ക് അവരോട് പറഞ്ഞാൽ അവരും കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ ചെറുതായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലേ എന്ന്. അപ്പം അങ്ങനെ അവിടുന്ന് ആ ബിരിയാണി കഴിച്ചിറങ്ങി. കുറച്ച് പണിയുണ്ടായിരുന്നു കണ്ണൂർ. അതെല്ലാം തീർത്ത് കഴിയുമ്പോഴത്തേക്കും സമയം ഏകദേശം ഒരു 3:30 4 മണിയായി. കുറേ മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തൊരു സ്പോട്ട് ഉണ്ട് കണ്ണൂർ. അപ്പം നേരെ അങ്ങോട്ടാണ് വിട്ടത്. അവിടെ കുറച്ച് പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ട് അവിടെ പോയി ഞാൻ ആദ്യം അവിടുന്ന് കഴിച്ചത് ഈ ചില്ലി മോമോസാണ്. സാധനം കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒന്ന് ആ എരിവ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പീച്ച് മൊയ്റ്റോ അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് ഒരു പെരി പെരി ചിക്ക് പോപ്പ് ഓർഡർ ചെയ്തു. ഇത് ഇവിടുന്ന് കഴിച്ച ആൾ തന്നെ പിന്നെയും 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 കഴിക്കാൻ വരുന്നതെന്നല്ലാണ് ഈ ഷോപ്പിലെ ആൾ എന്നോട് പറഞ്ഞത്. അപ്പം ഞാനും ഇതൊന്ന് കഴിച്ചു നോക്കി. അങ്ങനെയെല്ലാം കേട്ടിട്ട് ഭയങ്കര പ്രതീക്ഷ വെച്ച് കഴിച്ചത് കൊണ്ടാണോന്നൊന്നും അറിയില്ല, ഒരു രക്ഷയില്ലാത്ത പോലെയൊന്നും തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ. 150 ആ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഞാൻ ഇവിടുന്ന് കഴിച്ചത് ഇവർ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള ഈ മാഷ്ഡ് ചിക്കൻ ബർഗറാണ്. 180 ഇതിൻ്റെ റേറ്റ്. ഏകദേശം ഈ ബന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും സാധനം ഭയങ്കര സോഫ്റ്റാട്ടോ. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് എന്തോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ വലിയ ഗ്ലാസ്സിൽ വരുന്ന ഡെസേർട്ട് സ്റ്റോം എന്ന് പറഞ്ഞ് ഈ ഷെയ്ക്കാണ് കുടിച്ചത്. 140 ഇതിൻ്റെ റേറ്റ്. ഡ്രൈ ഫ്രൂട്ട്സും ഐസ്ക്രീം എല്ലാം കൂടെ വരുന്നൊരു ഷെയ്ക്കാണ്. സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു സ്മോക്ക്ഡ് ബാർബിക്യൂ വിങ്സ് കഴിച്ചു. ഇതെനിക്ക് അത്ര അങ്ങോട്ട് വലിയ ഇഷ്ടമായിട്ടില്ല. പിന്നെ കഴിച്ചത് ഒരു പ്ലേറ്റ് സ്റ്റീംഡ് മോമോസാണ്. 8 പീസ് മോമോസ് വരുന്നുണ്ട്. ഇത് 120 ഇതിൻ്റെ റേറ്റ്. ഇതും കഴിക്കാൻ രസമുണ്ട്. പക്ഷേ എൻ്റെ സ്കിന്ന് കുറച്ച് തടി കൊണ്ടേനും ഉള്ളു കുറച്ച് ഡ്രൈ ആയിരുന്നു. പിന്നെ വീണ്ടും ഒരു വലിയ ഗ്ലാസ്സിൽ വരുന്ന വേറൊരു ഷേക്ക് കുടിച്ചു. ഇത് 2 ഷേക്കിൻ്റെ മിക്സാണ്. ടെൻഡർ അവോക്കാഡോ എന്ന് പറയും. അതായത് ടെൻഡർ കോക്കനട്ടും അവോക്കാഡോയും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സാധനം. 150 ഇതിന്. കുഴപ്പമില്ല, കുറച്ചും കൂടെ ഇളനീരിൻ്റെ ഫ്ലേവർ ആവായിരുന്നെന്ന് തോന്നിയാൽ. പിന്നെ ഇവിടുന്ന് ഞാൻ കഴിച്ചത് ഈ ഒരു ലോഡഡ് ഫ്രൈസാണ്. പക്ഷേ ഇത് സാധാരണ കഫേസിൽ നിന്ന് കിട്ടുന്ന ഒരു ടൈപ്പ് ലോഡഡ് ഫ്രൈസ് അല്ല കേട്ടോ. സ്മോക്കി പോപ്പ് ലോഡഡ് ഫ്രൈസ് ആണ് ഇവർ ഇതിന് ഇട്ടിരിക്കുന്ന പേര്. 260 ഇതിൻ്റെ റേറ്റ്. ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ അത് ഫ്രഞ്ച് ഫ്രൈസ് തറച്ചിടുന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കോരി എടുത്ത് കഴിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. പിന്നെ 80 ഒരു കണ്ണൂർ കോക്ടെയിൽ കുടിച്ചിന്. അത്ര ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല, ഒരു ആവറേജ്. ഇത് അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഗ്രിൽഡ് ചിക്കൻ റാപ്പാണ്. 150 ഇതിൻ്റെ റേറ്റ്. എനിക്ക് കിട്ടിയ റാപ്പിലെ ഗ്രിൽ ചിക്കൻ ലേശം കുറച്ചൊന്ന് കരിഞ്ഞു പോയോണ്ട് അതിൻ്റെ ഒരു കയപ്പ് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് കുടിച്ച് വിത്തൗട്ട്. ഇതിൻ്റെ പേര് ACP എന്നാണ്, ആപ്പിൾ ക്യാരറ്റ് പപ്പായ. അപ്പോൾ ഈ സ്പോട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ റിയൽ സൂപ്പർ മാർക്കറ്റിൻ്റെ എല്ലാം തൊട്ട് സൈഡിലുള്ളതാണ്. ഈ പൾപ്പാണ്. ഇതാണ് ഇവിടുത്തെ എൻ്റെ ടോട്ടൽ ബില്ല്. അങ്ങനെ ഇവിടുന്ന് വണ്ടി എടുത്ത് പോകാൻ നോക്കുമ്പോൾ ഈ ഓട്ടോൻ്റെ ബാക്കിൽ എഴുതിയിട്ടില്ല ഈ വാചകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്നേരമാണ് കേട്ടോ ശരിക്കും എനിക്കൊരു സമാധാനമായെന്ന് പറയാം. അങ്ങനെ സമാധാനമായ ഞാൻ നേരെ പോയി നമ്മളെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്കാണ്. അവിടെ നിന്ന് കുറേ നേരം ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ നടന്ന ശേഷം ആടെയുള്ളൊരു സ്പോട്ടിൽ ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഇത് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ബ്രെഡും അല്ലെങ്കിൽ റൊട്ടിയും ബീഫ് സ്റ്റൂവും. അവിടെ ചിക്കൻ സ്റ്റൂവും കിട്ടും. പക്ഷെ ഞാൻ പോയാലും ചിക്കൻ സ്റ്റൂ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ബീഫ് സ്റ്റൂ ആണ് ഞാൻ ഓർഡർ ചെയ്തത്. ആ സ്റ്റൂവിൽ നല്ലോണം കുതിർന്ന റൊട്ടിയും ബീഫും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ചേർത്തെടുത്ത് കഴിച്ചാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ ബീഫിൻ്റെ നെയ്യിൻ്റെ ഫ്ലേവറിൽ ശരിക്കും ആ സ്റ്റൂലുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇവിടുന്ന് കഴിച്ചത് ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യലായിട്ടുള്ള കാസർഗോഡൻ സ്പെഷ്യൽ ചറുമുറുവാണ്. പക്ഷേ ഈ ചറുമുറു കുറച്ചും കൂടെ സ്പെഷ്യലാട്ടാ. ഈ ചറുമുറുവിൻ്റെ അകത്ത് ചിക്കൻ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഒരു ബുൾസൈ ഇട്ട് പിന്നെ അതിൻ്റെ മേലെ മയോണൈസ് ആക്കിയിട്ട് അതിൻ്റെ മേലെ മട്ടൺ സൂപ്പ് ഒഴിക്കുന്നുണ്ട്. അല്ല, ബുൾസൈയും മട്ടൺ സൂപ്പെല്ലാം ചറുമുറുവിൽ സാധാരണ. പക്ഷേ എല്ലാ സ്ഥലത്തും അങ്ങനെ മയോണൈസും ചിക്കനും ഇട്ട് കൊടുക്കാറില്ല പോലും. ഒരുപാട് പ്രാവശ്യം കഴിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കുഴപ്പമില്ല. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും ഉറപ്പില്ല. പിന്നെ കാസർഗോഡൻ സ്റ്റൈൽ ഒരു സ്പെഷ്യൽ കല്ലുമ്മക്കായ് കിട്ടും. അതും കഴിച്ച് നോക്കി. നമ്മളെ കണ്ണൂർ സ്റ്റൈലുള്ള കല്ലുമ്മക്കായ് വെച്ച് നോക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല. പക്ഷേ എന്നാലും ഒരു ചേഞ്ചിന് കുഴപ്പമില്ല. ഇത് പൊരിച്ചിട്ടുണ്ടാക്കുന്നില്ല കേട്ടോ, പുഴുങ്ങിയെടുക്കുന്ന പോലത്തെ ടൈപ്പാണ്. പിന്നെ ഇവിടുന്ന് ഒരു പ്ലേറ്റ് കാടമുട്ട അയച്ചിന്. അതൊരു രക്ഷയുണ്ടായില്ല. നല്ല ടേസ്റ്റിയാണ്, നല്ല മസാലയാണ് കേട്ടോ. 60 തോന്നുന്നു അതിൻ്റെ റേറ്റ്. പിന്നെ ഒരു ചായയും കുടിച്ചിന്. അടിപൊളി ചായയാണ്. അപ്പോൾ സ്പോട്ട് നമ്മളെ കണ്ണൂർ പയ്യാമ്പലത്ത്
സോപ്പി ഫുട്ബോളിൻ്റെല്ലാം തൊട്ടടുത്തുള്ള ഈ ചൗസ എക്സ്പ്രസ് ആണ്. അതിൻ്റെ പേരിപ്പോൾ മാറ്റി ചൗഫി എക്സ്പ്രസ് എന്നാക്കിയിട്ടുണ്ട്. അവിടുന്ന് കഴിച്ചതിന് ശേഷം പിന്നെയും ഞാൻ കുറച്ച് നേരം പയ്യാമ്പലം ബീച്ചിലൂടെ നടന്നിന്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. അപ്പോൾ അവനോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നേരം അവൻ പറഞ്ഞു, "ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല, നമുക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന്." ഞാൻ പറഞ്ഞു, "എന്നാൽ പിന്നെ പോവാന്ന്." അങ്ങനെ ഞാനും ഓനും കൂടെ ഒരു സ്പോട്ടിൽ മന്തി കഴിക്കാൻ വേണ്ടി വന്ന്. സ്ഥലം ഇത് പയ്യന്നൂരാണ്. മന്തി മാത്രം വിൽക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണിത്. അങ്ങനെ നമ്മളിവിടെ കയറിയിട്ട് ഒരു ഹാഫ് ചിക്കൻ മന്തി ഓർഡർ ചെയ്തു. അൽഫാം മന്തിയെല്ലാം ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് ഒരു നോർമൽ ചിക്കൻ മന്തിയാണ്. ഈ റൈസിൻ്റെ ഫ്ലേവർ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കോഴിക്കോട് നിന്നെല്ലാം കഴിക്കുന്ന ആ ഒരു ടൈപ്പ് ഫ്ലേവറല്ലേ, കോഴിക്കോട് മലപ്പുറം സൈഡിൽ നിന്നെല്ലാം ഏകദേശം അതേ ഫ്ലേവർ തന്നെയാണ്. ചിക്കൻ്റെ ഫ്ലേവറും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ചിക്കൻ ലേശം ഒന്ന് ഡ്രൈ ആയിരുന്നു കേട്ടോ. മറ്റേ ഭയങ്കര ജ്യൂസി ആയിട്ട് ഇങ്ങനെ എടുക്കുമ്പം പറഞ്ഞു പോകുന്ന പോലത്തെ ടൈപ്പ് ചിക്കനല്ല. അപ്പോൾ അങ്ങനെ അവിടുന്ന് മന്തി കഴിച്ച് പിന്നെ തിരിച്ച് ഞാൻ കണ്ണൂരേക്ക് വന്നു. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കുന്ന ഒരു കടയുണ്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫ്രൂട്ട് സെൻറ്റർ. ആഴ്ചക്കാഴ്ചക്ക് ഞാൻ ഇവിടുന്ന ഫ്രൂട്ട്സ് വാങ്ങിക്കൽ. അപ്പോൾ ഇവിടെ മറ്റേ കാക്ക ഫ്രൂട്ട് ഇല്ലേ, പേഴ്സിമോം എന്ന് പറയുന്ന ആ സാധനം, പേഴ്സിമോൻ എന്നാൽ പേഴ്സിമോം, അതിനെ കൊണ്ടൊരു ഷേക്ക് അടിച്ചത് നമ്മളെ ഫ്രൂട്ട്സ് കട മുതലാളി. അങ്ങനെ അതും കുടിച്ചിട്ട് ഞാൻ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ശരി.